തമിഴ്നാട്ടിലെ ഒരു സ്വകാര്യ സെക്യൂരിറ്റി സർവീസസ് കമ്പനിക്ക് അതിന്റെ 74% ഓഹരി വാങ്ങാനുള്ള പണം രാജേഷ് കൃഷ്ണ ലണ്ടനിൽ നിന്ന് അയച്ചെന്നും തെരഞ്ഞെടുപ്പ് കാലത്തും പിന്നീട് പല ഘട്ടങ്ങളിലുമായി CPM-ലെ പ്രമുഖരായ നേതാക്കൾക്ക് അത് കൈമാറ്റം ചെയ്തുവെന്നും ഷർഷാദിന്റെ പരാതിയിൽ പറയുന്നുണ്ട്. കിഫ്ബിയുടെ മസാല ബോണ്ടിനെയും അതുപോലെ തന്നെ ആഴക്കടൽ മത്സ്യബന്ധന കരാറിനെയും ഈ പരാതിക്കത്ത് സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നു. ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിക്കായിട്ട് ലണ്ടനിലെ ഒരു കടലാസ് കമ്പനിയിൽ നിന്ന് 50 ലക്ഷം രൂപ കേരളത്തിലേക്ക് അയച്ചു എന്നും പറയുന്നുണ്ട്. ഷർഷാദ് വിവരിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു സ്വകാര്യ അനുഭവം അത് കേട്ടാൽ എത്ര ആഴത്തിലാണ് രാജേഷ് കൃഷ്ണയുടെ സ്വാധീനം എന്ന് നമുക്ക് മനസ്സിലാവും. ഈ ഷർഷാദിന്റെ ഒരു ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ ചില തടസ്സങ്ങൾ, ചില പ്രശ്നങ്ങൾ നേരിട്ടു. അപ്പോൾ അത് രാജേഷ് കൃഷ്ണയോട് പറഞ്ഞു. അന്ന് രണ്ടുപേരും ഫ്രണ്ട്സാ, മച്ചാനുമായിട്ട് നിൽക്കുന്ന സമയമാണ്. രാജേഷ് കൃഷ്ണ ഇടപെട്ടു. തോമസ് ഐസക്കിനോട് പറഞ്ഞു വിഷയം. തോമസ് ഐസക് ഉടനെ തന്നെ ഫോൺ എടുത്തു, ബാങ്കിലേക്ക് വിളിച്ചു, കാര്യങ്ങള് പരിഹരിക്കാൻ പറഞ്ഞു. കാര്യങ്ങള് കൃത്യമായിട്ട് തീർന്നു. അപ്പോൾ ബാങ്കിലെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു സംസ്ഥാന മന്ത്രി നേരിട്ട് ഫോണിൽ വിളിക്കുക എന്നുള്ളത് ഇറ്റ്സ് എ മിറക്കിൾ എന്നാണ്. ഇതൊരു അത്ഭുതം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സത്യം പറഞ്ഞ ഈ കഥകളെല്ലാം കേൾക്കുമ്പോൾ ഒരു മിറക്കിളായിട്ട് തോന്നും. 2 പേര് അവര് CPM പോലൊരു പാർട്ടിയെ ഇതുപോലെയുള്ളൊരു കുഴിയിൽ എത്തിച്ചു എന്നുള്ളത് അത് മിറക്കിൾ അല്ലെങ്കിൽ പിന്നെ എന്താണ്?